ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാവേലിക്കരയിലുള്ള AR സ്മാരക മന്ദിരത്തിലാണ്. ഇന്നത്തെ ദിവസം മാർച്ച് 7 ശനിയാഴ്ചയാണ്. ഈ ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? നിങ്ങൾക്ക് എത്ര പേർക്ക് ജോസഫ് നീസ്ഫർ നീബ്സിനെ അറിയാം? ആരാണെന്നല്ലേ? ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഈ വീഡിയോ ആണെങ്കിലും നമ്മൾ ദിവസവും പകർത്തുന്ന ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിക്കുമെല്ലാം വഴിത്തിരിവൊരുക്കിയ ലോകത്തിലെ ആദ്യത്തെ സ്ഥിരമായ ഫോട്ടോ എടുത്ത വ്യക്തി. ഇദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഹീലിയോഗ്രഫി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത് സാധ്യമായത്. അതെ, ഫാദർ ഓഫ് ഫോട്ടോഗ്രഫി, ദ ഗ്രേറ്റ് ജോസഫ് നീസ്ഫർ നീബ്സ്. അദ്ദേഹത്തിൻ്റെ 261ാമത് ജന്മവാർഷിക ദിനമാണ് ഇന്ന്. ജോസഫ് നീസ്ഫറിനെ കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ അങ്കിൾ സജി അണ്ണക്കാട് മുഖാന്തരമാണ്. ഇദ്ദേഹമാണ് ഏഷ്യയിൽ തന്നെ ആദ്യമായി ജോസഫ് നീസ്ഫർ നീബ്സിന് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നത്. അതും നമ്മുടെ സ്വന്തം മാവേലിക്കരയിൽ. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും സ്നാക്സ് കഴിക്കുകയാണ്. ഈ കാണുന്ന 2 പേരും എൻ്റെ കസിൻ സിസ്റ്റേഴ്സാണ്. വീഡിയോ എടുക്കുന്നതിൻ്റെ നാണമാണ് നിങ്ങളീ കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ശാരദാ മന്ദിരം ഒട്ടനവധി കാരണങ്ങളാൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. AR രാജരാജവർമ്മ താമസിച്ചിരുന്ന സ്ഥലം കൂടിയാണ് ശാരദാ മന്ദിരം. ശാരദാ മന്ദിരവും AR സ്മാരകത്തെക്കുറിച്ചും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ജോസഫ് നീസ്ഫറിൻ്റെ ജന്മവാർഷിക ദിനത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഏഷ്യയിലെ തന്നെ ആദ്യ ഫൗണ്ടേഷൻ്റെ വെബ്സൈറ്റ് ഉദ്ഘാടനവും ഇന്ന് തന്നെയാണ്. നല്ലൊരു രൂപരേഖയായി, ഇതിനൊരു ചട്ടക്കൂടായി, ഇതിന് നല്ലൊരു ഭാഷയായി. അതുകൊണ്ട് വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് മാവേലിക്കരയുടെ MLA ആയിട്ടുള്ള ശ്രീ MS അരുൺകുമാറാണ്. സജി അണ്ണക്കാടെന്ന KC റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ്റെ ജീവിത സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ ഒരു ഫൗണ്ടേഷൻ നാടിനു വേണ്ടി നിർമ്മിക്കുന്നത്. പ്രിയപ്പെട്ട സജിയുടെ ഒരു ചരിത്ര സംഗ്രഹ പ്രഭാഷണം ഇതിന് പിന്നാലെ കടന്നു വരുമ്പോൾ ഞാൻ കാണിക്കുന്നത് അധികപ്പറ്റ് തന്നെയാണെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് വ്യത്യസ്തമായ ഒരു രീതിയിൽ അനുസ്മരണ പ്രഭാഷണത്തെ കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. BC 384 ജനിക്കുകയും 322 ലോകം വിട്ടുപോവുകയും ചെയ്ത യവന തത്വചിന്തകനായ അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലിൻ്റെ ഈ സൂര്യഗ്രഹണ പഠനങ്ങളാണ് പിന്നെ ഈ ഫോട്ടോഗ്രാഫി ഫിസിക്സിലേക്ക് ഒപ്റ്റിക്സിലേക്ക് വഴിതെളിച്ചത്. അതായത് നമ്മുടെ പഴയ ഓല മേഞ്ഞ വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ ഓടിവിട്ട പോലെ പ്രകാശം വന്ന് ഇങ്ങനെ ഓടി കളിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ പറ്റിയാണ് ഈ അരിസ്റ്റോട്ടിൽ പഠനം നടത്തുന്നത്. അതാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം. പിന്നെ അത് കഴിഞ്ഞ് ഫോട്ടോഗ്രാഫിയുടെ പിതാവിന് ഏഷ്യയിലെ തന്നെ ആദ്യ ഫൗണ്ടേഷൻ മാവേലിക്കരയെ നിർമ്മിക്കുന്നതിലൂടെ അനേകം ചരിത്രങ്ങൾ ഉറങ്ങുന്ന മാവേലിക്കരയുടെ മണ്ണിലേക്ക് പുതിയൊരു ചരിത്രം കുറിക്കുകയാണ് സജി അണ്ണക്കാട് എന്ന വ്യക്തി. ലോകത്തോട് വിടുവാനും ചെയ്തിട്ടുള്ള അബു അലി ഹസൻ ഇതൊരു ഹൈദമാണ്. അദ്ദേഹമാണ് പ്രകാശത്തെ പറ്റി ഏറ്റവും വലിയൊരു പഠനം നടത്തിയത്. പ്രകാശ ശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ ഗ്രന്ഥമാണ് ദി ബുക്സ് ഓഫ് ഒപ്റ്റിക്സ്. അവിടെയാണ് പ്രകാശത്തെ പറ്റി വളരെ ആഴത്തിലുള്ളൊരു പഠനം നടത്തുന്നത്. അദ്ദേഹം ഈ പിൻഹോൾ ക്യാമറ വസ്തുവിനൊക്കെ ഉപയോഗിച്ച് ചില ഫോട്ടോഗ്രാഫിയിലേക്ക് കടക്കുന്നതിന് ആദ്യ വഴികൾ അദ്ദേഹം പരീക്ഷണം നടത്തിയിരുന്നു. അദ്ദേഹത്തിന് വലിയ സംഭാവനയുണ്ട്. ഫോട്ടോഗ്രാഫിയെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ്സിന് ശേഷം മാവേലിക്കരയുടെ MLA ആയിട്ടുള്ള ശ്രീ MS അരുൺകുമാർ നമ്മുടെ പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സമയം വൈകിക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടേതല്ലാത്ത അദ്ദേഹത്തിൻ്റെ അല്ലാത്ത കുറ്റം അദ്ദേഹം വൈകിയത്. മുഖ്യമന്ത്രി നിർബന്ധപൂർവ്വം പങ്കെടുക്കുന്ന ചടങ്ങായതുകൊണ്ടാണ്. അതിനുശേഷം ഫൗണ്ടേഷൻ്റെ ചുമതലക്കാരും MLAയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കുകയും വെബ്സൈറ്റ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുകയും ചെയ്തു. എല്ലാവരെയും വേഗം ഈ ചടങ്ങ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ബഹുമാന്യായ MLA സൂചിപ്പിച്ചു. വലിയ പ്രതിഭയെ പഠനവിധേയമാക്കാൻ മാവേലിക്കരയെ പഠിപ്പിക്കുകയും ചെയ്തു. ഓരോ കാര്യം വരുമ്പോഴാണ് നമ്മൾ ഓരോ സ്മാരകത്തിൽ നിന്നുകൊണ്ടാണ്
ഫൗണ്ടേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടേ. ഫൗണ്ടേഷനെക്കുറിച്ചും സജി എണ്ണക്കാട് എന്ന വ്യക്തി ഇത്രയും വലിയൊരു ഇനിഷ്യേറ്റീവിലേക്ക് വന്നിട്ടുള്ള ജേർണിയെക്കുറിച്ചുമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ടുകൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.